ഓക്കെ, വെൽക്കം സ്റ്റുഡൻസ്. നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞു. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് 2 ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ മൂന്നാമത്തെ ക്ലാസ് ആണെന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. സ്ട്രക്ചേഴ്സിലെ അടുത്ത ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ എ സ്ട്രക്ചർ പ്ലേസ്ഡ് വിതിൻ അനദർ സ്ട്രക്ചർ. ഓക്കെ, ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രോസസ്സിനാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എ സ്ട്രക്ചർ വിച്ച് ഇസ് ഡിക്ലെയർഡ് ഇൻസൈഡ് അനദർ സ്ട്രക്ചർ. അപ്പോൾ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ വരുമ്പോഴുള്ള സംഭവം അത് തന്നെ ഒന്നുകിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ആവാം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരു എലിമെൻ്റ് ആയിട്ട് എന്ത് വരും? വേറൊരു സ്ട്രക്ചറിൻ്റെ വേരിയബിൾ വരും. ഇതിനാണ് നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾ നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത അതേ കേസ് തന്നെ എടുക്കാം. നമ്മൾ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ സ്റ്റുഡൻറ് സ്ട്രക്ചറിൽ എന്തൊക്കെയുണ്ട്? അഡ്മിഷൻ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ഫീ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ സ്ട്രക്ചറിലുള്ളത്. നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് ഇത്രയും ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതിൽ അഡ്മിഷൻ നമ്പർ കുഴപ്പമില്ല, നെയിം കുഴപ്പമില്ല. ഈ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ you can split date of birth into 3 parts. Okay, ഏതൊക്കെയാണ്? ഡേ ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന മറ്റൊരു സ്ട്രക്ചർ നമ്മൾ എഴുതാൻ പോകണം, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പോകണം. ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് അതിനെ വിളിക്കുന്ന പേരാണിത് നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഒരു ഐഡിയ മാത്രമാണ് ഞാൻ തന്നത്. ഇനി നമുക്കത് എങ്ങനെ പ്രോഗ്രാം അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ഡിക്ലറേഷൻ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിളിൽ ഇവിടെ 2 സ്ട്രക്ചേഴ്സ് ആണ് പറഞ്ഞത്. ഒന്ന് സ്റ്റുഡൻറ് സ്ട്രക്ചർ, മറ്റേത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതിൽ നമുക്ക് ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന സ്ട്രക്ചർ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, സോ സ്ട്രക്ട് DOB, സ്ട്രക്ട് DOB. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? ഡേ, മന്ത്, ഇയർ. Okay, so structure DOB which contains the elements day, month and year. All these 3 elements are of integer data type. നമുക്കറിയാലോ, ഡേറ്റിൻ്റെ ഉള്ളിൽ വരുന്ന 3 കാര്യങ്ങളാണ് ഡേ, മന്ത് ആൻഡ് ഇയർ. ഇത് 3ഉം ഇൻറ്റിജേഴ്സ് ആയിട്ടാണ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ താഴെ നമ്മൾ രണ്ടാമത്തെ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാൻ പോകും. സ്ട്രക്ട് സ്റ്റുഡൻറ്. സ്റ്റുഡൻറ് സ്ട്രക്ചറിൽ ആദ്യത്തെ എലിമെന്റ് ഏതാണ്? അഡ്മിഷൻ നമ്പർ. ഇൻഡ് അഡ്മിഷൻ നമ്പർ. ദെൻ സെക്കൻഡ് എലിമെന്റ് ഈസ് char നെയിം. ഓക്കെ, അഡ്മിഷൻ നമ്പർ ആൻഡ് നെയിം. ഇനി മൂന്നാമത്തെ എലിമെന്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത്. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ ഓൾറെഡി ഒരു സ്ട്രക്ചറായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ ഇൻറ്റിജർ ക്യാരക്ടർ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിന്റെ വേരിയബിൾസ് ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഒരു വേരിയബിൾ, ഒരു അറേ. അതേ സ്റ്റൈലിൽ ഇനി നമുക്ക് ഈ പറയുന്ന DOB എന്ന് പറയുന്നതും ഒരു ഡാറ്റ ടൈപ്പ് ആണ്. പക്ഷെ അതെന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഇതൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്, പ്രീഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അല്ല. അപ്പൊ ഇനി നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഡാറ്റ ടൈപ്പിന്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ
DOB. That is the name of the structure. Variable name is DT. DOB, DT. അപ്പോൾ DOB എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റൊരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിന്റെ ഒരു വേരിയബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു, DT എന്നുള്ള പേര്. ഇനി ഒരു എലിമെന്റും കൂടി ഉണ്ട്, ഫീ. അപ്പൊ ഇനി ഈ സ്ട്രക്ചർ ഒന്നും കൂടി നമുക്ക് നോക്കാം. സ്റ്റുഡൻറ് ഇസ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ. അതിൽ ഫസ്റ്റ് എലിമെന്റ് ഏതാണ്? അഡ്മിഷൻ നമ്പർ, വിച്ച് ഇസ് ഓഫ് ഇന്റിജർ ഡാറ്റ ടൈപ്പ്. ദെൻ നെയിം ഇസ് ഓഫ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ഇത് രണ്ടും കഴിഞ്ഞ് പിന്നെ വരുന്നത് മൂന്നാമത്തെ ഡാറ്റ ടൈപ്പ് എന്താണ്? DOB എന്ന് പറഞ്ഞാൽ അതൊരു ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്പ് അല്ല, ഇറ്റ് ഈസ് അഗെയിൻ എ സ്ട്രക്ചർ. അത് ഓൾറെഡി നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തൊരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ നെയിമാണ് ഡാറ്റ ടൈപ്പ് ആയിട്ട് വരിക. ആ സ്ട്രക്ചർ നെയിം ഡാറ്റ ടൈപ്പ് ആയിട്ട് കൊടുക്കുന്നു. അതിന്റെ ഒരു ടൈപ്പ് വേരിയബിൾ ആണ് DT. ഓക്കെ, അപ്പൊ ഈ DT എന്ന് പറയുന്ന വേരിയബിളിന് ഇപ്പൊ എന്തൊക്കെ ഉണ്ട്? ഡേ ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്. ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്ത ഈ എലിമെന്റ്സ് ഒക്കെ ഇതിനുണ്ട്. DT എന്ന് പറയുന്ന ടൈപ്പ് വേരിയബിൾ ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ്. നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതൊരു മെത്തേഡ്. ഓക്കെ, ഇനി ഇതേ എക്സാമ്പിൾ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതി നോക്കാം. അപ്പൊ ഈ മെത്തേഡിൽ എങ്ങനെ വരും? ആദ്യം നമ്മൾ സാധാരണ പോലെ സ്റ്റുഡന്റ് സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യുന്നു. We are starting the structure student. Then int admission number. Okay. Char name. ഇനി എന്താണ് അടുത്ത എലിമെന്റ്? ഏതാണ് വരേണ്ടത്? ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരേണ്ടത്, അല്ലെ? അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത എന്താണ്? ഇതിന് മുമ്പ് ഒരു സ്ട്രക്ചർ DOB എന്നുള്ള പേരിൽ ഡിക്ലെയർ ചെയ്തു, അതിന്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തു. ഇപ്പൊ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. ഈ ഇതിന്റെ നേരെ താഴെയായിട്ട് അടുത്ത സ്ട്രക്ചർ ഡിക്ലറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നേരത്തെ ആദ്യം എഴുതിയ അതേ രീതിയിൽ സ്ട്രക്ട് DOB ഇന്റ് ഡേ ഇന്റ് മന്ത് ഇന്റ് ഇയർ. അപ്പോൾ നോക്കുക, അഡ്മിഷൻ നമ്പർ ആദ്യം എലിമെന്റ് ഡിക്ലെയർ ചെയ്തു, നെയിം ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം പുതിയൊരു സ്ട്രക്ചറാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൾറെഡി നമ്മൾ ഓപ്പൺ ചെയ്ത സ്റ്റുഡന്റ് സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് ഈ സ്ട്രക്ചർ വരുന്നത്. സോ എ സ്ട്രക്ചർ ഡിക്ലെയർഡ് ഇൻസൈഡ് അനദർ സ്ട്രക്ചർ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നെസ്റ്റഡ് സ്ട്രക്ചർ. ഓക്കെ, ഇനി ഒരു എലിമെന്റ് കൂടി ഇവിടെ ബാക്കിയുണ്ട്. ആ എലിമെന്റ് ഏതാണ്? ഫ്ലോട്ട് ഫീ. ഇവിടെ ഇത് ക്ലോസ് ചെയ്യും. അപ്പൊ ഈ കേളി ബ്രേസിന്റെ എൻഡിങ് ആണിത്. ഇവിടെ സ്ട്രക്ട് DOB രണ്ടാമത് നമ്മൾ തുടങ്ങിയ സ്ട്രക്ചറിന്റെ കേളി ബ്രേസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, അത് ഇവിടെ എൻഡ് ചെയ്തു. അപ്പൊ ഈ സ്ട്രക്ചർ ഇപ്പൊ എന്താണ്? ഇത്രയും ഈ സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഇതാണ് നെസ്റ്റഡ് സ്ട്രക്ചർ. ക്ലിയർ ആയോ? അപ്പൊ രണ്ട് രീതിയിൽ നമുക്കത് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ഡിക്ലെയർ ഇൻ 2 ways. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നെസ്റ്റഡ് സ്ട്രക്ചറിൽ എങ്ങനെ നമ്മൾ എലിമെന്റ്സ് ഡിക്ലെയർ ചെയ്യും, എലിമെന്റ്സിന് വാല്യൂസ് എങ്ങനെ കൊടുക്കും എന്നുള്ളതാണ്. നെസ്റ്റഡ് സ്ട്രക്ചറിന്റെ ഉള്ളിലുള്ള എലിമെന്റ്സിലേക്ക് എങ്ങനെ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു സ്റ്റുഡന്റ് എന്നാണല്ലോ ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തത്, അല്ലെ? ഇപ്പൊ സ്റ്റുഡന്റ് സ്ട്രക്ചറിന്റെ ഒരു ടൈപ്പ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സ്ട്രക്ചർ വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇനീഷ്യലൈസേഷൻ പ്രോസസ്സ് പറഞ്ഞിരുന്നു. A structure can be initialized during its declaration. Structure variable can be initialized. ഇവിടെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ആദ്യത്തെ എലിമെന്റ് ഏതായിരുന്നു? അഡ്മിഷൻ നമ്പർ ആണ്. അപ്പൊ അഡ്മിഷൻ നമ്പറിന് ഒരു വാല്യൂ കൊടുത്തു, സേ 1000. ഫസ്റ്റ് വാല്യൂ കൊടുത്തു. അടുത്തത് നെയിം ആണ്. നെയിം ഡബിൾ കോഡ്സിൽ സ്ട്രിംഗ് ആയതുകൊണ്ട്, ക്യാരക്ടർ അറേയിൽ ആയതുകൊണ്ട് ഡബിൾ കോഡ്സിൽ എൻക്ലോസ് ചെയ്യുന്നു. ഒരു നെയിം, സേ രാജ്, ഒരു നെയിം കൊടുത്തു. ഇനി മൂന്നാമത്തത് എന്താണ്? ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഈ S എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റുഡന്റ് സ്ട്രക്ചറിന്റെ ഉള്ളിലല്ല വരുന്നത്, അതായത് അത് വേറൊരു സ്ട്രക്ചറാണ് ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെ? അപ്പൊ ഡേറ്റ് ഓഫ് ബർത്തിന്റെ വാല്യൂസ് നമ്മൾ എങ്ങനെ കൊടുക്കാം? അതിനുവേണ്ടി നമ്മൾ വേറൊരു വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, DT എന്ന് പറഞ്ഞിട്ട്.
DOB DT. അപ്പോൾ ആ DT എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിലേക്കാണ് വാല്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ വി ആർ അഗെയിൻ ഓപ്പണിംഗ് എ കേളി ബ്രേസ്. ഓക്കെ, ഫസ്റ്റ് വാല്യൂ 10 ഫോർ ഡേക്കുള്ള വാല്യൂ, മന്തിലുള്ള വാല്യൂ സേ 12, ഇയറിനുള്ള വാല്യൂ സേ 2005. ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിച്ചു നോക്ക്, ഇതിൻ്റെ ഉള്ളിൽ വേറൊരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കൊടുത്ത 3 വാല്യൂസ് ഏതിനുള്ളതാണ്? ഒന്ന് ഡേറ്റ് ഓഫ് ബർത്തിലെ ഡേക്കുള്ളതാണ്, 2 ഡേറ്റ് ഓഫ് ബർത്തിലെ മന്തിനുള്ളതാണ്, 3 ഡേറ്റ് ഓഫ് ബർത്തിലെ ഇയറിനുള്ളതാണ്. ഇനി ഒരു വാല്യൂ കൂടി ഇവിടെ ബാക്കിയുണ്ട്. ഏതാണ്? ഫീസ് ഉണ്ട്. ഫീ, ആ ഫീ എത്ര എന്നുള്ളത് ഇവിടെ കൊടുക്കുക. 150. ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ സെമി കോളൻ ഇട്ടു. അപ്പോൾ ഈ സ്ട്രക്ചറിനുള്ള എസ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിലേക്കുള്ള വാല്യൂസ് ഒക്കെ അപ്പോൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു, ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് വാല്യൂ ഏതാണ്? അഡ്മിഷൻ നമ്പർ ഈസ് 1000, സെക്കൻഡ് നെയിം ഈസ് രാജ്, ദെൻ തേർഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് 10/12/2005, ദെൻ ഫീസ് ഈസ് 150. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു നെസ്റ്റഡ് സ്ട്രക്ചറിലേക്ക് വാല്യൂ കൊടുക്കുക. ഇനി ഇത് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പേര് ഇപ്പോൾ S1 കൊടുക്കാം. അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ ഒരു നെക്സ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, S2. ഓക്കെ, S2 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി S2 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അഡ്മിഷൻ നമ്പറിലേക്ക് ഒരു വാല്യൂ ADM ഈക്വൽ ടു S2 ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. S2 ഡോട്ട് ADM ഈക്വൽ ടു 1001. ഇതിൻ്റെ നെക്സ്റ്റ് നമ്പർ S2 ഡോട്ട് നെയിം ഈക്വൽ ടു സേ ബാബു, ഒരു പേര്. ഇനി S2 ഡോട്ട് അടുത്ത എന്താണ് വരുന്നത്? ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത വേരിയബിൾ ആണ് DT അല്ലെ? DT എന്ന് പറയുന്ന വേരിയബിൾ ആണ് നേരത്തെ കൊടുത്തിരുന്നത്. S2 ഡോട്ട് DT ഡോട്ട് ഡേ ഈക്വൽ ടു സേ 70. S2 ഡോട്ട് DT ഡോട്ട് month equal to say 05. S2 dot DT dot year equal to say 2005. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ഒരു രീതി ഇങ്ങനെയാണ് കേളി ബ്രേസിന്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂസ്. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് സ്ട്രക്ചർ വേരിയബിൾ S2, ദെൻ ഡോട്ട് DT എന്ന് പറയുന്നത് ഈ S2ന്റെ ഉള്ളിലുള്ള ഒരു എലിമെന്റ് ആണ് DT. അതിന്റെ ഉള്ളിലാണ് ഡേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഡോട്ട് ഓപ്പറേറ്റർ വരും. S2 ഡോട്ട് DT ഡോട്ട് ഡേ ഈക്വൽ ടു 70. അതേപോലെ തന്നെ ST ഡോട്ട് DT ഡോട്ട് മന്ത് ഈക്വൽ ടു 05. ഇയർ അതേ നേരത്തെ നോക്കും. അപ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ നമ്മൾ 2 തവണ ഉപയോഗിക്കും. ബിക്കോസ് ദർ ഇസ് എ സ്ട്രക്ചർ വിച്ച് ഇസ് ഡിക്ലെയർഡ് ഇൻസൈഡ് അനദർ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിനുള്ളിൽ മറ്റൊരു സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ 2 ഡോട്ട് ഓപ്പറേറ്റേഴ്സ് ഇവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയോ? ഇതിപ്പോൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് നമ്മൾ നേരിട്ട് വാല്യൂ അസൈൻ ചെയ്യണം. ഇനി ഇതൊന്നുമല്ലാതെ യു ക്യാൻ ഇൻപുട്ട് ദ വാല്യൂ ഓൾസോ. നമുക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ S2 എന്ന് പറയുന്ന ഇതിൻ്റെ ഫസ്റ്റ് ഏതാണ്? CIN വഴി S2 ഡോട്ട് ADM എന്നോ ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്താൽ എന്താ അഡ്വാൻറ്റേജ്? യൂസേഴ്സിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാൻ പറ്റും. S2 ഡോട്ട് ADM എന്നോ കൊടുത്താൽ ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് ഇൻപുട്ട് ചെയ്യാം. മറ്റേത് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ CIN S2 ഡോട്ട് നെക്സ്റ്റ് ഏതാണ്? നെയിം. ഓക്കെ, S2 ഡോട്ട് നെയിം. ഇവിടെ CIN പകരം CIN ഡോട്ട് ഗെറ്റ് ലൈൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗെറ്റ്സ് ഒക്കെ ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ CIN ഉപയോഗിച്ചെന്നുള്ളൂ. ഇവിടെ CIN ഡോട്ട് ഗെറ്റ് ലൈനും ഗെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും, സ്ട്രിങ് ആയതുകൊണ്ട്. അതേപോലെ തന്നെ CIN S2 ഡോട്ട് DT ഡോട്ട് ഡേ എന്ന് വെച്ചാൽ S2 എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിളിന്റെ ഡേറ്റ് DT, അതിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ DT ഡോട്ട് ഡേ, അതിൻ്റെ ഉള്ളിലുള്ള എലിമെന്റ് ആണ് ഡേ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും ഇതിനെ നമുക്ക് ബാക്കി കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഇതാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ.